പിന്നെ നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രായം ചെന്ന നായ്ക്കുട്ടിയാണ് ഇവള് കേട്ടോ. ഇവിടെ പേര് ഡോറയെന്നാ കേട്ടോ. ഇവക്കാണെങ്കിൽ കണ്ണ് കാഴ്ചക്കുറവുണ്ട്, ചെവി ഒട്ടും കേൾക്കത്തില്ല കേട്ടോ. പിന്നെ നമ്മളെ തിരിച്ചറിയുന്നത് ഫുഡൊക്കെ കാണുന്നത് അവൾ സ്മെല്ലിൽ കൂടിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ. പിന്നാണ് ഇവിടെ കഴുത്തൊക്കെ കണ്ടോ, നല്ലോണം സ്കിന്നൊക്കെ പൊട്ടാൻ തുടങ്ങി, കാലിൻ്റെ വെള്ള പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവള്. പക്ഷെ എന്നാലും ഭയങ്കര ഇപ്പോൾ അങ്ങോട്ട് അഴിച്ചു വിട്ടാൽ പുള്ളി ഭയങ്കര ഉഷാറിലാണ്, 16 കാര്യം നടക്കുന്ന പോലെ നടക്കുന്നത് കേട്ടോ. ഇവക്കിപ്പോൾ ഈ പഗ്ഗിനൊക്കെ ഉണ്ടല്ലോ ഒരു 5, 6, 7 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇവർ ഭയങ്കര എന്തോന്നാ, കാരണം അവർക്ക് പ്രായം അറിഞ്ഞു തുടങ്ങും മറ്റ് ഡോഗിനേക്കാൾ പെട്ടെന്നാണ് ഇവർക്ക്. എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ ഇവൾ ഭയങ്കര ഇപ്പോഴും നല്ല ആക്റ്റീവാണ് കേട്ടോ. ഞാൻ ഇവിടെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ ഇത് ഇപ്പോൾ പിന്നെ ഇട്ട എന്താണെന്നറിയാം. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഇതുപോലൊരു പഗ്ഗിനെ, ഇവളെക്കാൾ കുറച്ചുകൂടെ തടിയുണ്ട്, റോഡിൽ കണ്ട് കളഞ്ഞേക്കുന്നു. ഈ ഒരു പ്രായമായിരിക്കും, കാരണം ഈ സ്കിൻ ടോണും ഈ കഴുത്തിൻ്റെ പാടും നിറയെ കഴുത്ത് ഈ പ്രായമായി കഴിയുമ്പോൾ വയറ് ഭാഗമൊക്കെ പൊട്ടാൻ തുടങ്ങും. അവിടെയൊക്കെ നല്ല കറുപ്പ് നിറമായ ഒരു പഗ്ഗിനെ റോഡിൻ്റെ സൈഡിൽ കൊണ്ട് കളഞ്ഞേക്കുന്നു. നല്ല മഴയുണ്ട്, രാത്രി മൊത്തം മഴ നനഞ്ഞിട്ട് അതിങ്ങനെ കിടുകിടാന്ന് വിറയ്ക്കുന്നുണ്ട്. ആ വീഡിയോ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കുന്നു, അതിങ്ങനെ വിറയ്ക്കുന്നു. പക്ഷേ അതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയി. പക്ഷേ ആ കൊണ്ടിട്ട നേരം നോയില്ല അതിനെ അവിടുന്ന് ഒരാൾ എടുക്കുന്നിടം വരെ അത് അനുഭവിച്ച ഒരു മാനസിക ടെൻഷൻ എത്രയായിരിക്കും. അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക ടെൻഷൻ തന്നെ ആയിരിക്കും. നമുക്ക് ദിവസവും നമുക്ക് കിടക്കാനും കഴിക്കാനും എല്ലാ സൗകര്യവും കിട്ടിക്കൊണ്ടിരുന്ന ഒരു ദിവസം നമ്മൾ പെട്ടെന്ന് ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, ഒരു റോഡിലോ അങ്ങനെ ഒരു വിജനമായ സ്ഥലത്തോ പോയി കിടക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന, ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി നമ്മൾ കിടക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ മാനസികാവസ്ഥ നമുക്ക് പിന്നെ ആരോടെങ്കിലും കണ്ട അല്ലെങ്കിൽ എന്തോ ചെയ്യാമെന്ന് വെക്കാം. പക്ഷേ ഇതിൻ്റെ ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. കഷ്ടമല്ലേ ഇതുങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ നിസ്സാര കാര്യമാണ്. നമുക്ക് അവരെ തൊടാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വീട്ടിൽ അകത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അഴുക്കോ വെള്ളമോ ഒക്കെ വീണിട്ട് വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീടിൻ്റെ വെളിയിലൊരു സൗകര്യം ഉണ്ടാക്കാമല്ലോ. ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലൗസ് മേടിച്ചാൽ മതിയല്ലോ, തുച്ഛമായ പൈസയേ ഉള്ളൂ. കയ്യിലിട്ടാൽ ഒരു കോട്ടൺ കൊണ്ട് അതിൻ്റെ കണ്ണൊക്കെ വൃത്തിയാക്കി ഇച്ചിരി ബെറ്റാഡിൻ പൗഡറും ഇട്ട് ഹൈമാക്സ് ക്രീമും പുരട്ടിക്കഴിഞ്ഞാൽ ഈച്ച കടിക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണവും കൊടുത്താൽ അതിൻ്റെ അവസാനം എത്ര ദിവസം ഉണ്ട്, അവിടെ അങ്ങ് തീർക്കത്തില്ല, തീർന്നു പോകത്തില്ല. എന്തിനാ ഈ റോഡിൽ കൊണ്ട് കളഞ്ഞ് ഈ മഹാഭാവം ചെയ്യുന്നത്? ഇപ്പം കേരളത്തിൽ ഞാൻ ഒരുപാട് വീഡിയോ കാണുന്നതാണ്. പിന്നെ ലാവിനെയും പഗ്ഗിനെയും ഏറ്റവും കൂടുതൽ കൊണ്ട് കളയുന്നത്. നിങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു എന്തോ കളിപ്പാട്ടം വാങ്ങുന്നതിലെ കുറച്ച് തുണി വാങ്ങുന്ന പോലെ കൗതുകം തോന്നുമ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ കൗതുകം കഴിയുമ്പോൾ കളയുന്ന പോലെ തുണിയൊക്കെയാണ് ഏതെങ്കിലും ഒരു സൈഡിൽ കിടന്നു. അതാണോ? ഒരു ജീവനല്ലേ? ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമില്ലേ? നമ്മുടെ തൊലികൾ ചുളുങ്ങത്തില്ലേ, പൊട്ടത്തില്ലയോ? നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ നാളെ നമ്മുടെ എങ്ങനായിരിക്കുമെന്ന്? ഈ നിമിഷം കഴിഞ്ഞാൽ നാളത്തെ ഒരു നിമിഷം നമ്മുടെ എങ്ങനെയാണെന്ന് നമുക്ക് വല്ല ഉറപ്പുണ്ടോ? അപ്പം നിങ്ങൾ ഓരോ ഡോഗിനെ വാങ്ങുന്ന ഓരോരുത്തരും ചിന്തിക്കുക. ഇതിൻ്റെ ഈ ആദ്യത്തെ കൗതുകവും കുട്ടിത്വവും നല്ല ചുറുറുക്കും ഒക്കെ കഴിയുമ്പം ഇതിന് ഒരു വയസ്സായ ഒരു സമയമുണ്ട്, കണ്ണ് കാണാത്ത ഒരു സമയമുണ്ട്, നമ്മൾ തന്നെ അവർക്ക് വൃത്തിയാക്കി കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും ഡോഗിനെ വാങ്ങാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വാങ്ങരുത്. അന്നേരത്തെ കൗതുകത്തിനും അന്നേരത്തെ ഒരു സന്തോഷത്തിനും മേടിച്ചേച്ച് അല്ലേ. അഥവാ കളയാൻ ഞാൻ പറയുന്നില്ല, അഥവാ നിങ്ങൾക്ക് ഇത്രയ്ക്ക് മുട്ടി നിൽക്കുകയോ കളയാൻ, എങ്കിൽ ഏതെങ്കിലും ഒരു NGOയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുപാട് സന്നദ്ധ സംഘടന ഉണ്ട്, അവർക്ക് എന്തെങ്കിലും ഇച്ചിരി പൈസ കൊടുത്തിട്ട് അവരെ ആരെങ്കിലും കൊണ്ട് റോഡിൽ കളയാതിരിക്കുക. കഷ്ടമല്ലേ ചെയ്യുന്നത്? ഈ സ്ട്രീറ്റ് ഡോഗ് എന്ന് പറയുന്ന അവർ ഇങ്ങനെ റോഡിലും അവിടെ ഇവിടെ കിടന്ന് വളർന്നു. അതുങ്ങൾക്ക് പരിചയമുണ്ട് എങ്ങനെ ഇതിനെ അതിജീവിക്കണം. ഇതുങ്ങൾക്ക് അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ ഇതുങ്ങൾ വെളിയിലോട്ട് പോയാൽ ഇതുങ്ങൾക്ക് അറിയത്തില്ല. പ്ലീസ് അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാതെ